ഏതൂച്ചേ, നമ്മുടെ ഭാവിക്ക് എന്താ പേരിടുന്നത്? അത് നല്ല പേരാണല്ലോ, അതിട്ടാലോ നമുക്ക്? ഓക്കെ. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ. എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട 3 പേരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം എന്റെ ആദ്യത്തെ സന്തോഷം എന്റെ കെയ്നുവിന്റെ ബിഗ് ബ്രദർ ക്രിസ്സീതനെയും ഇന്നത്തെ ഞങ്ങളുടെ താരമായ കെയ്നുവിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. 3 ദൈവത്തിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ദൈവത്തിന്റെ സമ്മാനവും എന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കെയ്നുവിനെ ഇന്ന് ഞങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച ദിവസമാണ്. ഈ ദിവസം ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. അതോടൊപ്പം ഈ ഒരു ഹാപ്പി മൊമെന്റ് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. ഈ വേദി പൂർണ്ണമാകണമെങ്കിൽ നമ്മളുടെ കെയ്നുവിന്റെ ഗോഡ് ഫാദറും ഗോഡ് മദറും കയറി വന്നാലാണ് ഇതൊരു ബാപ്റ്റിസം വേദി ആകത്തുള്ളൂ, അല്ലെ? ഹിനുവിനെ പറ്റി എനിക്ക് 2 കാര്യം പറയാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ കെയ്നുവിനെ ആയിരുന്നൊരു സമയം എന്ന് വെച്ചാൽ ഒത്തിരി സ്ട്രഗിളിങ് ഫേസിൽ കൂടി കടന്നുപോയ ഒരു സമയമായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 8 മാസം. അപ്പൊ എന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒത്തിരി വലുതായിരുന്നു. അപ്പൊ ആ സമയം എന്റെ ടോജു ഇല്ല, പപ്പയില്ല, അപ്പുമില്ല, ആരുമില്ല. എന്നുവെച്ചാൽ എന്റെ ഫാമിലി ഒത്തിരി കവർ ചെയ്തു. പക്ഷെ ഹിനു എന്ന് വെച്ചാല് ഈ ഒരു 3 പേര് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ 3 പേരുടെ റോള് ഒന്നിച്ചു നിന്ന് ചെയ്ത ഒരാളാണ് ഹിനു. ഹോസ്പിറ്റലായിക്കോട്ടെ, എന്താണെങ്കിലും അവന്റെ ജോലികൾക്കിടയിൽ നിന്ന് അവനൊരു പ്രത്യേകതയായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് കെയ്നുവിന്റെ ഫാദർ ആയിട്ട് വരെ ഹോസ്പിറ്റലിൽ നിന്നത് ഹിനു ആയിരുന്നു. ടോജു വന്നതിന് ശേഷമാണ് ടോജു എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ഹിനു ഒരു സ്റ്റെപ്പ് പിന്നോട്ടും മാറിയത് ശരിക്കും പറഞ്ഞാല്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു ചടങ്ങില് ലൈറ്റ് ക്യാൻഡലിങ്ങും കേക്ക് കട്ടിങ്ങുമാണ് ഉള്ളത്. ഈ മണ്ണിൻ നിധിയാണു നീ. ജീവിതത്തില് ദൈവസമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. അപ്പൊ നമുക്ക് ഇന്ന് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി ഇന്നുണ്ട്. കാരണം നമ്മുടെ ടോജുവിന്റെയും നല്ല രീതിയിൽ മുന്നോട്ട് മാത്രമാണ് ഇന്ന് വൃത്തി. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I... എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ കെയ്നുവിന്റെ ബാപ്റ്റിസത്തിന് എല്ലാവരും വന്ന് പങ്കെടുക്കാനും സർപ്രൈസ് ആയിരുന്നു കേട്ടോ.
ആദ്യമേ തന്നെ പറയട്ടെ 8 വർഷം എനിക്ക് വളരെ സന്തോഷത്തോടും കുറെ ഇണക്കങ്ങളുണ്ടായിട്ടുണ്ട്, പിണക്കങ്ങളുണ്ടായിട്ടുണ്ട്. സന്തോഷം എല്ലാത്തിലും ഇങ്ങനെ ഈ ഒരു 8 വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ ആദ്യം